ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബീഫ് ഫ്രൈ തയ്യാറാക്കി നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 സവാള ചെറുതായി അരിഞ്ഞു വെക്കുക. 2 തക്കാളി ചെറുതായി അരിഞ്ഞു വെക്കുക. 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് 1 ടീസ്പൂൺ. ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി 2 ടീസ്പൂൺ. പെപ്പർ പൗഡർ 1 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. ഓയിൽ ആവശ്യത്തിന്. കറിവേപ്പില. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഫ്രൈ തയ്യാറാക്കി തുടങ്ങാം. അതിനുവേണ്ടി തന്നെ ആദ്യം ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് പ്രഷർ കുക്കറിൽ 6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് തന്നെ വെള്ളം മൂറി വരുന്നതാണ്. ഇത് 6 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 6 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് വെക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫും ടൊമാറ്റോയും സവാളയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ബീഫിൽ നിന്ന് അല്പം വെള്ളം വന്നതായി നമുക്ക് കാണാം. ശേഷം ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് കറിവേപ്പിലയും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എന്നിവ കൂടി ആഡ് ചെയ്യാം. ഇത് നമുക്ക് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ബീഫ് നന്നായി ഡ്രൈ ആവേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫിലെ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഇത് നമുക്ക് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇത് ചൂടോടെ നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. താങ്ക് യു.